അപ്പോൾ ഒരു അരമണിക്കൂർ നാടകം കഴിഞ്ഞപ്പോഴേക്കും രാജേട്ടൻ പറഞ്ഞ് നിർത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാകെ ഷോക്കായി. എന്നിട്ട് പുള്ളി അകത്തേക്ക് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ വായിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടല്ലോ, എന്ത് ഇഷ്ടപ്പെട്ടില്ല? എന്നിട്ട് അകത്ത് പോയിട്ട് ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. വായന തുടർന്നോളാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി പിന്നീടുള്ള വർഷങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കുന്നത് വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം വെച്ച് മെഴുകുതിരി കത്തിച്ചിട്ടേ വായിക്കുള്ളൂ. അത് പുള്ളിയുടെ ഒരു രീതിയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തൊന്ന് പുള്ളി മനസ്സിൽ തീരുമാനിച്ചതുകൊണ്ട് അങ്ങനെ ഒരു സാധനം നടന്നതാണ്. അത് കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് വെച്ച് എല്ലാവരോടും അഭിപ്രായം ചോദിച്ചു പറഞ്ഞു രാജന് പറ്റിയ നാടകം എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. നന്നായിട്ടുണ്ട്. വേറെ വേതാളം പൈലി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ രാജേട്ടന് അഴിഞ്ഞാടാനുള്ള സംഭവം കോമഡിയും സെന്റിമെന്റ്സും ഒക്കെ ഉണ്ട്. പക്ക കുടുംബകഥ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്നാണ് നാടകത്തിൻ്റെ പേര്. ഒരു ക്രിസ്മസ് രാത്രി തുടങ്ങി അടുത്ത ക്രിസ്മസ് രാത്രിയിൽ അവസാനിക്കുന്ന നാടകമായിരുന്നു. അപ്പോൾ അത് സെലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ എന്നോട് വെച്ചാൽ നിനക്ക് വല്ല ഡിമാൻഡ് ഉണ്ടോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ മുഖമൊന്ന് മാറി. പുള്ളി വിചാരിച്ചു വല്ല കാശൊക്കെ ചോദിക്കാൻ പോകണം. ഞാൻ പറഞ്ഞു ഇതിലെ ഇളയ മകൻ്റെ റോൾ എനിക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞു. നീ അഭിനയിക്കുമോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അഭിനയിക്കാൻ വേണ്ടി ആ റോൾ എഴുതിയെന്ന് പറഞ്ഞു. നീ അഭിനയിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ അഭിനയിക്കാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു സാങ്ഷൻ അവിടെ വെച്ച് കിട്ടിയിരുന്നു.